റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ആറ്റിങ്ങലിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ RTO ഓഫീസിന്റെ നേതൃത്വത്തിലാണ് NSS ഓഡിറ്റോറിയത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ RTO ബിജു എസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആറ്റിങ്ങൽ RTO ഓഫീസിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി 2026 റോഡ് സുരക്ഷാ വാരാചരണ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത്. ഈ റോഡ് സുരക്ഷാ മാസാചരണം നടത്തുന്നതിനുള്ള ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മോഡിഫൈ ചെയ്യുക, അത് കണക്കിന് റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും നിയമങ്ങളെക്കുറിച്ച് അറിവ് നൽകുക, അത് കണക്കിന് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുക, ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുക തുടങ്ങിയ പരിപാടികളാണ് ഈ ഒരു മാസം മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ ഓഫീസിൻ്റെ പരിധിയിലുള്ള ഡ്രൈവർമാർക്കും ലൈസൻസ് എടുക്കാൻ വരുന്ന കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ സുരേഷ് VS റോഡ് സുരക്ഷാ മാസാചരണം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും ആചരിച്ചു വരുന്ന റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഔദ്യോഗികമായ ആറ്റിങ്ങൽ മേഖലയുടെ ഔദ്യോഗികമായ ഒരു അവിചാരിതമായാണ് ഒരു ഉദ്ഘാടകനായ ആരേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട MLA ആണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നിട്ടുള്ളത്. പല മുഖങ്ങളും പരിചയമുള്ള മുഖങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ അവബോധം വരുത്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളൊക്കെയാണ് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെയാണ് റോഡിന് വണ്ടി ഇറക്കേണ്ടതെന്നും എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഇവരല്ല, അതിനെക്കാട്ടിൽ കൂടുതൽ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കാണ്. ആ അവബോധം നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഉള്ളത് മറ്റൊരു അഭ്യർത്ഥനയാണ്. ജോയിന്റ് എല്ലാ RTO ഓഫീസേഴ്സും ഉണ്ട്. നിങ്ങൾ പലർക്കും പെനാൽറ്റിയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ പലരും വളരെ വൈകിയാണ് ഈ പെനാൽറ്റിയുടെ കാര്യം അറിയുന്നത്. വണ്ടിയൊക്കെ വിൽക്കാൻ വരപ്പെടും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ്. അപ്പോ എന്റെ ഒരു നിർദ്ദേശമാണ്, നിങ്ങൾക്ക് ഈ ഒരു അദാലത്ത് വരെ സംഘടിപ്പിച്ച് ഈ വ്യക്തി അടയ്ക്കാനുള്ള അവസരം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പലരും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. കാരണം പലരും നോക്കുമ്പോൾ കോടതിയിലേക്ക് പോകാനായി എന്നാണ് കാണുന്നത്. കോടതിയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പേപ്പറെ അവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഒരു നിർദ്ദേശമാണ്, അത് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഈ റോഡ് സുരക്ഷാ മാസാചരണം നടത്തി വരുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അവബോധം, പരിശീലനം, നിയമം നടപ്പാക്കൽ, റോഡ് പരിപാലനം, ഇത്രയൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിനെപ്പറ്റി വിശദമായി ഇവിടെ ക്ലാസ്സുകൾ എടുത്തു തരും. നിങ്ങൾ അത് കൃത്യമായി നിങ്ങളുടെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഈ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളാണല്ലോ, അവരെയൊക്കെ നല്ല കുട്ടികളായി റോഡിലേക്ക് കറക്കി വിടാനുള്ള ഉത്തരവാദിത്വം എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ആണ് അറിയിച്ചിരിക്കുന്നത്. അത് 100% ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങളത് നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റോഡ് സുരക്ഷാ മാസാചരണം ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുകയും. കരുനാഗപ്പള്ളി കിംസ് ഹോസ്പിറ്റൽ ഡോക്ടർ വിഷ്ണു S റോഡ് അപകടങ്ങളിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളെ പറ്റിയുള്ള സുരക്ഷാ ക്ലാസ് എടുത്തു. തുണിയിൽ കെട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലിടുക. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ എടുക്കുക. ഇവിടെ അടുത്ത ഏതെങ്കിലും കടയിൽ ഇഷ്ടംപോലെ ഷേക്ക് കടയും ജ്യൂസ് കടയും എല്ലാം ഉണ്ട്. ഐസാണ് പറയുന്നത്. ഐസോ തണുത്ത എന്തെങ്കിലും, ഇപ്പൊ ഒരു കട്ട പാല് ഒരു ഐസായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐസായിട്ട് എടുക്കാം. അതിനെ സെപ്പറേറ്റ് ഒരു കവറിലിടുക. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പാർട്ട് വിരലിന് ഒരു പാക്കറ്റിൽ കവറിൽ കെട്ടിയിട്ട് അതിനെ എടുത്ത് നമ്മൾ ഐസിന് മേളിലോട്ട് വെക്കുക. ഒരിക്കലും ഡയറക്റ്റ് കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇങ്ങനെ തണുപ്പ് കൊടുത്ത് ഒരു 3 മണിക്കൂർ to 4.5 മണിക്കൂറിനകത്ത് നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിയാൽ നമുക്ക് അയാൾക്ക് ആ വിരൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത്രയുള്ള സംഭവം. ആ സാധനം കഴുകുക, ഡ്രൈ ആക്കുക, വൃത്തിക്കുള്ള ഒരു തുണി പോയി ഒരു പ്ലാസ്റ്റിക് കവറിൽ വെക്കുക. അത് ആ പ്ലാസ്റ്റിക് കവറിന് നമ്മൾ ഐസ് ഉള്ള ഒരു കവറിലോട്ടോ വെക്കുക. അതായത് ഡയറക്റ്റ് ഐസ് ഒരിക്കലും ഈ മുറിവിലോട്ട് ഇടരുത്.
തണുപ്പ് മാത്രമേ അടിക്കാവൂ. അതിനാണ് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പറയുന്നത്. ഇതൊരു സിമ്പിൾ സാധനമാണ്. പിന്നെ കോമൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബേൺസ് ആണ്, പൊള്ളല്. നമുക്ക് എല്ലാവർക്കും പല ആക്സിഡൻസിലും പൊള്ളൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. സോ ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാരെ പേസ്റ്റ്, നെയ്യ്, എണ്ണ ഈ സാധനങ്ങളൊക്കെ തേച്ചിട്ട് വരും. ഞാൻ നിങ്ങളുടെ സിമ്പിളി നമ്മൾ ഈ കാണാതെ കേട്ട് കളയുന്നതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ എന്റെ ഈ കയ്യിൽ പൊള്ളൽ വരും, അല്ലെങ്കിൽ എന്റെ ഈ വിരൽ മൊത്തം പൊള്ളിന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തുള്ള ചൂട്, പൊള്ളിയിട്ട് വന്ന ചൂടാണ് ഈ ടിഷ്യൂവിനെ ഡാമേജ് ആക്കുന്നത്. നമ്മൾ ഈ വിരലിനെ നശിപ്പിക്കുന്ന ചൂടാണ്. പിന്നെ എനിക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറയണ്ടേ. നമുക്ക് തല പൊട്ടി ചോരയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വെക്കുക? ഐസ് പാക്ക് വെക്കും, അല്ലേ? സാധാരണ ബ്ലഡ് ഒരുപാട് മുമ്പ് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് വെക്കുന്ന ഐസ് പാക്ക് ആണ്. ഈ ഐസ് പാക്ക് വെക്കുമ്പോൾ എങ്ങനെ ബ്ലീഡിങ് നിൽക്കുന്നത്? ഐസ് പാക്ക് വെക്കുമ്പോൾ അവിടോട്ടുള്ള രക്തക്കൊല്ലു ചുരുങ്ങും, അപ്പൊ ഓട്ടോമാറ്റിക്കലി ബ്ലീഡിങ് നിൽക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പൊള്ളി നശിക്കാറായ ഒരു ടിഷ്യൂ ആണ്, അവിടെ നമ്മൾ ഐസ് വെച്ച് എന്ത് പറ്റും? അവിടോട്ട് രക്തോട്ടം വീണ്ടും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രക്തോട്ടം ചുരുങ്ങും, വീണ്ടും ആ ഏരിയ കൂടുതൽ നശിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളൊരു ബേൺസ് അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടായ സ്ഥലത്തോട്ട് ഒരു കാരണവശാലും ഐസ് പാക്ക് വെക്കരുത്. ആറ്റിങ്ങൽ ജോയിന്റ് RTO സൂരജ് എസ്, നെടുമങ്ങാട് ജോയിന്റ് RTO റീജ, ആറ്റിങ്ങൽ RTO ഓഫീസ് സീനിയർ ക്ലർക്ക് ശ്രീജ ഉണ്ണിത്താൻ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ.